എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ ആഴ്ചയിലേക്ക് ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സ്വാഗതം. നീണ്ട വർഷങ്ങൾ തന്നെയായി നമ്മൾ ഒരുമിച്ച് കാണുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ ദിവസത്തിൻ്റെ ആരംഭത്തിലുള്ള ഈ ചെറിയ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നല്ല ചിന്തകളും ആത്മീക ബലവും ലക്ഷ്യബോധവും നൽകിത്തരും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എല്ലാ കൂട്ടായ്മകൾക്കും നന്ദി പറയുന്നു. നമുക്കൊരു പുതിയ ആഴ്ച വിശ്വാസത്താൽ ആരംഭിക്കാം. ഒരിക്കലും നമ്മൾ പൂർണ്ണമായി തയ്യാറായി തീരുകയില്ല. ഒരു കാര്യം ചെയ്യാൻ അതിനുവേണ്ടി പൂർണ്ണമായിട്ട് തയ്യാറായിട്ട് നമുക്കൊരു കാര്യവും ചെയ്യാൻ കഴിയില്ല. എന്നാൽ നമ്മൾ തുടങ്ങുക, പഠിക്കുക, വളരുക, വിജയിക്കുക. ഒന്നുകൂടി പറയുക: തുടങ്ങുക, പഠിക്കുക, പരാജയപ്പെടുക, അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് വളരുക, വിജയിക്കുക. അല്ലാതെ ഞാൻ അത് തുടങ്ങും, ഞാൻ മറ്റേ കാര്യം ചെയ്യും എന്ന് പറഞ്ഞ് വർഷങ്ങളായിട്ടിരിക്കുന്ന ചിലരില്ലേ, നിങ്ങളോടുള്ളൊരു സന്ദേശമാണ്. അങ്ങോട്ട് തുടങ്ങുക. വലിയ ഒരുക്കമൊന്നും ഇല്ലെങ്കിലും വെറുതെ അങ്ങോട്ട് തുടങ്ങുക. ബാക്കി കാര്യം കർത്താവ് ചെയ്യും. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുന്നതാണ്. ഇന്ന് നമ്മൾ റോമാലേഖനത്തിൽ 5-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ചില ഭാഗങ്ങളിലാണ്. 17 നമ്മൾ വായിച്ചതാണ് കഴിഞ്ഞ ആഴ്ചയിൽ. ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അതിനെക്കുറിച്ച് തന്നെയാണ് താഴോട്ടും വിശദീകരണം. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. എത്ര ഭയങ്കര ജ്ഞാനമാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുവൻ പാപം ചെയ്ത് സകലരും ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ വേറെ ഒരുവനെ അയച്ചിട്ട് എല്ലാവർക്കും ദൈവ തേജസ് മടക്കി തന്നു. അതാണ് നമ്മുടെ കർത്താവ്. ആദാം നിമിത്തം എല്ലാവരും മരിച്ചെങ്കിൽ യേശുക്രിസ്തു നിമിത്തം തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും നിത്യജീവൻ പ്രാപിക്കും. ആദാം നിമിത്തം എല്ലാവരും രോഗികളായെങ്കിൽ ഇതാ യേശു കർത്താവ് നിമിത്തം എല്ലാവരും തന്നെ സൗഖ്യവും ആരോഗ്യവുമുള്ളവരായി തീരുന്നു. ആദാം നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടെങ്കിൽ യേശു ക്രിസ്തു നിമിത്തം എല്ലാം അനുഗ്രഹിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് 1 പത്രോസ് 3:9-10 നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകയാൽ അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. നമ്മുടെ ജോലി ശാപത്തിൻ്റെ ഒരൊറ്റ വാക്ക് പോലും പറയുന്നതല്ല. നമ്മുടെ ജോലി അനുഗ്രഹം വിളിച്ചു പറയുക, അനുഗ്രഹത്തെക്കുറിച്ച് മാത്രം പറയുക. പലരും ശാപത്തെക്കുറിച്ച് തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. ശാപമെന്ന വാക്കുപയോഗിക്കില്ല. ആരെങ്കിലുമൊക്കെ വിമർശിക്കുമ്പോൾ, മറ്റുള്ളവരെ വളരെ മോശമായി ചിത്രീകരിക്കുമ്പോൾ അതെല്ലാം അവരെ ശപിക്കുകയാണ്. നല്ല ദൈവദാസന്മാരെ വളരെ മോശമായി ചിത്രീകരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ടോ? അതെല്ലാം ശപിക്കലാണ്. ഒരാളെ മോശമാക്കി ചിത്രീകരിക്കുമ്പോൾ ആ വ്യക്തിയെ ശാപത്തിലോട്ട് ഉന്തിവിടാനുള്ള ശ്രമമാണ്. എന്നാൽ കാരണം കൂടാതെ ശാപം ഫലിക്കില്ല എന്ന് സദൃശ്യവാക്യത്തിൽ പറയുന്നു. യേശുക്രിസ്തു മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ട ഒരാളെ ശപിക്കുവാൻ ലോകത്തിൽ ആർക്കും തന്നെ സാധ്യമല്ല. യേശുക്രിസ്തു മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ട ഒരാൾ പിന്നീട് ശപിക്കപ്പെടുകയില്ല. അപ്പോൾ ആദാം നിമിത്തം വന്ന മുള്ളും പറക്കാരെയും യേശു കർത്താവ് തൻ്റെ ശിരസിൽ അത് ഏറ്റെടുത്തു. അതുകൊണ്ടാണ് യേശു മുൾക്കിരീടധാരിയായത്. ആദാം നിമിത്തം വന്ന മരണം യേശു കർത്താവ് അത് തൻ്റെ തോളിലോട്ട് ഏറ്റെടുത്തു. അങ്ങനെ നിത്യജീവൻ മാനവജാതിക്കുണ്ടായി. ആദാം നിമിത്തം വന്ന ദാരിദ്ര്യം അത് യേശു കർത്താവ് ഏറ്റെടുത്തു. അതുകൊണ്ട്
കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം അവൻ ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അറിയണം, യേശു ക്രിസ്തു മുഖാന്തരം നമ്മൾ സമ്പന്നരാകാൻ അവൻ ദരിദ്രനായി, ശാപമുള്ളവനെ പോലെ ജീവിച്ചു, ദരിദ്ര കുടുംബത്തിൽ ജീവിച്ചു, മുൾക്കിരീടധാരിയായി ക്രൂശിക്കപ്പെട്ടു. ഗലാത്യർ 3:13 മരത്തിൽ തൂങ്ങുന്നേവനും ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അപ്പോൾ ഒരുവൻ കൊണ്ടുവന്നത് മറ്റൊരുവൻ പരിഹരിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ആദാമിലൂടെ ഈ ഭൂമിയിലേക്ക് വന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം, ഒന്നുകൂടി പറഞ്ഞാൽ മനുഷ്യ സമൂഹത്തിന് വന്ന എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഒരാളിലൂടെ മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രം. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമമില്ല. ആദാം നിമിത്തം വന്ന എല്ലാ പ്രശ്നത്തിനും പരിഹാരം യേശു ക്രൂശിലൂടെ പരിഹരിച്ചു. യേശുവിനാൽ പരിഹരിക്കപ്പെട്ടു. ഇന്ന് നമ്മൾ യേശു ക്രിസ്തുവിലാണെങ്കിൽ നമ്മൾ ആദാമിലല്ല. നാം ആദാമിലാണെങ്കിൽ നമ്മൾ യേശു ക്രിസ്തുവിലേക്ക് വന്നിട്ടില്ല. ആദാമിലാണെങ്കിൽ മരിക്കും, ആദാമിലാണെങ്കിൽ ശാപത്തിലായിരിക്കും, ആദാമിലാണെങ്കിൽ ദാരിദ്ര്യത്തിലായിരിക്കും, ആദാമിലാണെങ്കിൽ പാപത്തിലായിരിക്കും. എന്നാൽ വീണ്ടും ജനിച്ചെങ്കിൽ, അതായത് യേശുവിൻ്റെ അടുത്ത് രാത്രി ഒരാൾ വന്നു, നിക്കോദിമോസ്, അവിടുത്തെ വലിയ പരീക്ഷ പ്രമാണിയായിരുന്ന നിക്കോദിമോസ് യേശുവിൻ്റെ അടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം നീ ഈ ചെയ്യുന്നതെല്ലാം വേറെ ആർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. യേശു പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമല്ല, ദൈവം നിന്നോട് കൂടെ ഉള്ളത് കൊണ്ടാണ് ഇത് നടക്കുന്നതെന്നും നിക്കോദിമോസ് പറഞ്ഞു. ദൈവം എൻ്റെ കൂടെ മാത്രമല്ല, ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്നും വന്നത് മാത്രമല്ല, ഞാനും ദൈവം ഒന്നാണ് എന്ന അർത്ഥത്തിൽ യേശു പറഞ്ഞു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയില്ല. വീണ്ടും ജനിച്ചാൽ, യേശു അങ്ങനെ ജനിച്ചവനാണ് എന്ന് നിക്കോദിമോസിനെ പരിചയപ്പെടുത്തുകയാണ്. അത്ഭുതം നടന്നിരിക്കും. എൻ്റെ ജനനം അത്ഭുതത്തിന് വേണ്ടിയാണ്. ഒന്നാമത്തെ ആദാം കളഞ്ഞു കുളിച്ച ദൈവപ്രവർത്തികൾ, അനുഗ്രഹങ്ങൾ ഒടുക്കത്തെ ആദാമായ യേശു കർത്താവിലൂടെ വീണ്ടും ആരംഭിക്കുന്നതാണ് നാം ക്രിസ്തുവിൽ കാണുന്നത്. അപ്പോൾ നിക്കോദിമോസെ, കാറ്റ് ഇഷ്ടമുള്ളിടത്തുനിന്ന് വരുന്നു, അത് ഇഷ്ടമുള്ളിടത്തേക്ക് പോകുന്നു, അതാരും അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ ജനിച്ചവൻ. അവൻ ആരംഭം എവിടെയാണെന്ന് അറിയാൻ കഴിയില്ല, അവൻ്റെ അവസാനം ആർക്കും പ്രവചിക്കാൻ പോലും കഴിയില്ല, തുടക്കവും ഒടുക്കവും പറയാൻ പറ്റത്തില്ല. അതുപോലെയായിരിക്കും വീണ്ടും ജനിച്ചവൻ. അതായത് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത നിലയിൽ അവനായിത്തീരും. ഭൂമിയിലെ അനുഗ്രഹം മാത്രമല്ല, മറഞ്ഞിരിക്കുന്ന പലതും അവന് ലഭിക്കും. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ ആർക്കും കൊടുക്കാത്തത് കൊടുക്കും, മറഞ്ഞിരിക്കുന്നത് കൊടുക്കും, അവന് മാത്രം മനസ്സിലാകുന്നത് കൊടുക്കും. എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ടല്ലേ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. റോമർ 5:19 ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഒരുവൻ നിമിത്തം അനേകർ പാപികളായി തീർന്നു, എന്നാൽ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം അനേകർ നീതിമാന്മാരായി തീരും. നീതിമാൻ പന പോലെ തഴച്ചു വളരുമെന്ന് ദൈവവചനം പറയുന്നു. തഴച്ചു വളരും. ഈ കഴിഞ്ഞിടക്ക് ഇസ്രായേൽ 2000 വർഷം പഴക്കമുള്ള കുറച്ച് ഈന്തപ്പഴത്തിൻ്റെ കുരു അതിനെ ജീവൻ കൊടുത്തു. നിലത്ത് വെറുതെ കുഴിച്ചിട്ട് മുളക്കില്ല, 2000 വർഷം പഴക്കമുണ്ട്. യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ഹേരോദ രാജാവിൻ്റെ കൊട്ടാരത്തിലെ പലതും അവർ കുഴിച്ചെടുത്ത കൂട്ടത്തിൽ
അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഏതോ ഒരു പാത്രത്തിൽ അദ്ദേഹം കഴിച്ചതായിരിക്കാം. കഴിച്ചതിൻ്റെ ബാക്കി കുരു ആ പാത്രത്തിൽ കിടപ്പുണ്ടായി. ആ കുരു അവരെ വികസിപ്പിച്ചെടുത്തു. 2000 വർഷം പഴക്കമുണ്ട്. അത് ഇസ്രായേലിന് മാത്രമേ കഴിയുള്ളൂ ഇത്രയും വർഷം പഴക്കമുള്ള കുരു വികസിപ്പിക്കാൻ. അങ്ങനെ ഒരു 4-5 അവർ വികസിപ്പിച്ചെടുത്തു. അതിന് ഒന്നാമത്തേത് 13 വയസ്സായി. അതിന് അവരിട്ടിരിക്കുന്ന പേര് മെതുശലേഖ് എന്നാണ്. അതിൻ്റെ ഫോട്ടോയൊക്കെ നമുക്ക് അടിച്ചാൽ കാണും. മെതുശലേഖ് എന്താണ്? ഇനി അടുത്ത ഒരു കുരു അത് വളർന്നു. അതിന് ഹന്ന എന്ന് പേരിട്ടു. അടുത്തതിന് ആദാം, ഹൗവ എന്ന് പേരിട്ടു. എല്ലാം പഴയ പേരുകളായിടുന്നു. എന്താണ്? പഴയ ആളാ. മെതുശലേഖാണ് ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്നത്. 969 വർഷം മെതുശലേഖ് ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും പ്രായമുള്ള ആൾ ഹാനോക്കിൻ്റെ മകനായിരുന്നു. അപ്പോൾ നമ്മൾ അറിയേണ്ട ഓരോ കാര്യങ്ങൾ, നീതിമാൻ പന പോലെ തഴച്ചു വളരും. അപ്പോൾ അനേകരെ നീതിമാന്മാരാക്കിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നുകൂടി അത് വായിക്കാം. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. നീതിമാൻ്റെ ഗുണമെന്ന് പറയുന്നത് പന പോലെ തഴച്ചു വളരും. നീതിമാൻ അല്പം ഒരു ഗന്ധം തട്ടിയാൽ മതി, എത്ര വർഷം കഴിഞ്ഞാലും നീതിമാൻ തഴച്ചു വളരും. നീതിമാൻ പന പോലെ തഴച്ചു വളരും. ലെബാനോനിലെ ദേവദാരു പോലെയെന്നും മറ്റൊരു ഭാഗത്തുണ്ട്. പന പോലെ എത്രയോ വർഷം കഴിഞ്ഞാലും അത് വെള്ളത്തിൻ്റെ ഗന്ധം തട്ടിയാൽ വീണ്ടും തഴച്ചു വളരും. ഇതുപോലെയാണ് നീതിമാൻ. അതിൻ്റെ അർത്ഥം നീതിമാനെ ഒരു ചെറിയ സാധ്യത മതി തഴച്ചു വളരാൻ. അതാണ് അതിൻ്റെ അർത്ഥം. ചെറിയ സാധ്യതയുണ്ടെങ്കിൽ തഴച്ചു വളരും. എന്തെങ്കിലും ഒരൊറ്റ വചനം മതി, ഒരു നല്ല പാട്ട് മതി, ഒരു ദൈവശബ്ദം മതി, അവൻ കുതിച്ച് വളരും. എല്ലാവരും വിചാരിക്കും ഇതോടെ തീർന്നെന്ന്, ഇനി ജീവൻ പ്രാപിക്കില്ലെന്ന്. ആര് പറഞ്ഞു? നീതിമാൻ പന പോലെ തഴച്ചു വളരും. അതിൻ്റെ അർത്ഥം അതിൻ്റെ കുറ്റി മാത്രമേ ഉള്ളൂ. അത് കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം തട്ടിയാൽ വീണ്ടും വേര് പച്ച പിടിക്കും. അതാണ് നീതിമാൻ്റെ പ്രത്യേകത. നീതിമാൻ പന പോലെ തഴച്ചു വളരും. വളർച്ചയ്ക്ക് സാധ്യതയുള്ള ഒരു ജീവിതമാണ് ദൈവം വെച്ചിരിക്കുന്നത്. ആരൊക്കെയോ പറയുന്നുണ്ട് എനിക്കിനിയൊരു വളർച്ചയില്ല. ആര് പറഞ്ഞു? നിങ്ങൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഈ ഈന്തപ്പനയുടെ കുരു മുളച്ചതുപോലെ നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതം, നിങ്ങളുടെ ഫാമിലിക്ക് ഒരു പുതിയ തുടക്കം കർത്താവ് കരുതി വച്ചിട്ടുണ്ട്. എല്ലാവരും പറയും ഇനി ഇത് മുളക്കത്തില്ല, ഈ വേര് മുളക്കത്തില്ല, ഈ തൈ മുളക്കത്തില്ല, ഈ വിത്ത് ഇവിടെ ഈ മലയിൽ മുളക്കത്തില്ല, ഈ പരിപ്പ് ഇവിടെ വേഗത്തില്ല. ആര് പറഞ്ഞു? നീ ഒറ്റയ്ക്കാണെങ്കിലും, നിന്റെ ദേശത്ത് നീ ഒറ്റയ്ക്ക് യേശുവിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, നിന്റെ ഭവനത്തിൽ നിന്ന് നീ ഒറ്റയ്ക്കാണോ ഇറങ്ങിയത്? ഞാനങ്ങനെ ഇറങ്ങിയ ആളാ. ഒറ്റയ്ക്കാണോ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയത്? നീ പന പോലെ തഴച്ചു വളരും. നിന്നെ തോൽപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. ഈ സത്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കട്ടെ. ഈ സത്യത്തിൽ ജീവിക്കാൻ ദൈവം നിങ്ങൾക്ക് ധാരാളം 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 കൃപ തരട്ടെ. പിശാച് അറുക്കാനും മുടിക്കാനും കൊല്ലാനും വരും. എന്നാൽ യേശു വന്നത് ജീവൻ തരാനും സമൃദ്ധിയായ ജീവൻ തരാനുമാണ്. കർത്താവിൽ നമുക്ക് ബലപ്പെടാം. കർത്താവിൻ്റെ അമിത ബലത്തിൽ കൂടുതൽ 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 നമുക്ക് ആശ്രയിക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചാലോ? യേശു കർത്താവേ, ഞങ്ങൾ ഈ കേട്ട വചനങ്ങൾ ജീവൻ്റെ വചനങ്ങളാണ്. ഒരു മനുഷ്യനെ കൊണ്ട് ഭൂമി മുഴുവൻ ശാപത്തിലാക്കാൻ കഴിഞ്ഞു. ഒരു മനുഷ്യനെ കൊണ്ട് ഭൂമി മുഴുവൻ മരണത്തിലാക്കാൻ കഴിഞ്ഞു. ഒരു മനുഷ്യനെ കൊണ്ട് ഭൂമി മുഴുവനും ദാരിദ്ര്യത്തിലാക്കാൻ കഴിഞ്ഞു. എന്നാൽ യേശു ക്രിസ്തു എന്ന പിതാവിൻ്റെ ഓമന പുത്രൻ കടന്നു വന്ന് എല്ലാം ജീവനാക്കി, എല്ലാം സമൃദ്ധിയാക്കി, എല്ലാം സമ്പന്നമാക്കി, എല്ലാം ഉയർച്ചയാക്കി, എല്ലാം സന്തോഷമാക്കി, എല്ലാം സമാധാനമാക്കി, എല്ലാം സമൃദ്ധിയുള്ളതാക്കി മാറ്റി. യേശുവേ, അങ്ങ് ചൊരിഞ്ഞ ആ നന്മയ്ക്കായിട്ട് നന്ദി. ഇന്നത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ആമേൻ ഒരു വലിയ പുതിയ തുടക്കം ഉണ്ടാകട്ടെ. അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ ഷിഫ്റ്റ് നടക്കട്ടെ. ഒരു നല്ല ആരംഭം ഞാൻ അവരിൽ പ്രഖ്യാപിക്കുന്നു.
ഈ വചനങ്ങൾ കേട്ടവരെല്ലാം അഭിവൃദ്ധിയുടെ ശക്തിയിലേക്ക് കടന്നു വരട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഞാനിത് വിശ്വസിക്കുന്നു. ഈ വചനങ്ങൾ അങ്ങനെ തന്നെയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ജീവനുണ്ടാവും. കാരണം നാം ദൈവിക വെളിപ്പാടിലാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് 100% മറുപടിയാണ്. കർത്താവ് ബലപ്പെടുത്തട്ടെ. എല്ലാവിധ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നേരുന്നു. നമുക്ക് ഒരുമിച്ച് നാളെ രാവിലെ കാണാം. ഗോഡ് ബ്ലെസ് യു. എന്നാൾകൾ മുഴുവനും സ്തുതിച്ചിടുമേ എന്നെ അത്ഭുതമാക്കിയ യേശുവിനെ. എല്ലാ പുകഴ്ചയും മഹത്വവും നൽകിടുന്ന എല്ലാറ്റിനും മീതെ ഉയർന്നവനെ. എന്നാൾകൾ മുഴുവൻ എന്നെ അത്ഭുതമാക്കിയ യേശുവിനെ. എല്ലാ പുകഴ്ചയും മഹത്വവും നൽകിടുന്ന എല്ലാറ്റിനും മീതെ ഉയർന്നവനെ. തുല്യം ചൊല്ലാനാരുമില്ല അങ്ങേ പോലെ മാധുര്യമാ. കരുണ നിറഞ്ഞ താതന് കരുണയിൻ ഉറവിടമേ. തുല്യം ചൊല്ലാനാരുമില്ല അങ്ങേ പോലെ മാധുര്യമാ. കരുണ നിറഞ്ഞ താതൻ കരുണയിൻ ഉറവിടമേ. എന്നാൾകൾ മുഴുവനും സ്തുതിച്ചിടുമേ എന്നെ അത്ഭുതമാക്കിയ യേശുവിനെ. എല്ലാ പുകഴ്ചയും മഹത്വവും നൽകിടുന്ന എല്ലാറ്റിനും മീതെ ഉയർന്നവനെ. എന്നാൾകൾ മുഴുവനും സ്തുതിച്ചിടുമേ എന്നെ അത്ഭുതമാക്കിയ യേശുവിനെ. എല്ലാ പുകഴ്ചയും മഹത്വവും നൽകിടുന്ന എല്ലാറ്റിനും മീതെ ഉയർന്നവനെ.
ഉയർന്ന നാമമേ മൂപ്പരെ വരും വീണു വണങ്ങിടും തിരുമുൻപിൽ. ഉയർന്ന നാമമേ വാനസേനകൾ ദൂതസംഘങ്ങൾ പാടിയിടും. ഉയർന്ന നാമമേ മൂപ്പരെ വരും വീണു വണങ്ങിടും തിരുമുൻപിൽ. ഉയർന്ന നാമമേ മരണപാശങ്ങൾ അഴിച്ചുയർത്തവൻ യഹൂദരാജ് സിംഹമേ പാതാളത്തിൻ താക്കോലുള്ള കൈകളിൽ ഉടയവനെ മരണപാശങ്ങൾ അഴിച്ചുയർത്തവൻ യഹൂദരാജ് സിംഹമേ പാതാളത്തിൻ താക്കോലുള്ള കൈകളിൽ എല്ലാറ്റിൻ മീതെ ഉയർന്ന നാളുകൾ എന്നാളുകൾ മുഴുവൻ സ്തുതിച്ചിടും എന്നെ അത്ഭുതമാക്കി യേശുവേ എല്ലാ പുകഴ്ചയും മഹത്വം